ഗണേശായ നമഃ. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ പഞ്ചാംഗം പരിശോധിക്കാം. ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥി ഇന്ന് നമുക്ക് ലഭിക്കുന്നു. ഇത് ആത്മീയമായ ഉന്നതിക്കും ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബുധനാഴ്ച 26-ാം തീയതി ഓഗസ്റ്റ് 6 സൗഭാഗ്യയോഗം രാവിലെ 8 മണിവരെ, സൂര്യോദയം രാവിലെ 6:07 സൂര്യാസ്തമയം വൈകുന്നേരം 6:50 രാഹുകാലം ഉച്ചയ്ക്ക് 12:29 മുതൽ 2:04 വരെ, അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:04 മുതൽ 12:54 വരെ. ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് ചെറിയൊരു തുക സംഭാവന നൽകാം. ചെറിയൊരു സഹായം പോലും ഞങ്ങൾക്ക് വലുതാണ്. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ സ്നേഹം മാത്രം മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം, രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 ബുധനാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ഇന്ന് ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ജോലിസ്ഥലത്തോ വീട്ടിലോ ഉള്ള ചിലരുടെ പെരുമാറ്റം നിങ്ങളെ ബാധിച്ചേക്കാം. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. അതിനാൽ അസ്വസ്ഥരാകാതെ മുന്നോട്ടു പോവുക. പച്ചനിറം ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഉച്ചയ്ക്ക് 4 മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും. ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ ഇന്ന് സ്വന്തം ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്ന് ഒരു പ്രത്യേക പരിഹാരമായി ഒരു മഞ്ഞ നിറത്തിലുള്ള രത്നമോ വസ്തുവോ കൂടെ കരുതുന്നത് നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ സഹായിക്കും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണോ അതോ സാഹചര്യങ്ങളെ നേരിട്ട് മാറ്റുന്നതാണോ കൂടുതൽ ഉചിതം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. നന്ദി. ഇടവം രാശിക്കാരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് 2026 മകരരാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു നല്ല മാറ്റം പ്രകടമാണ്. ഇന്ന് നിങ്ങൾ കൂടുതൽ പ്രായോഗികവും യുക്തിസഹവുമായ ചിന്തകൾ കൈക്കൊള്ളും. ഇത് നിങ്ങളുടെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വലിയൊരു അവസരം ലഭിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യും. കരിയറിൻ്റെ കാര്യത്തിൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കാം, അതിനാൽ അവസരങ്ങൾ പാഴാക്കരുത്. ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരാളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി മാറിയേക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ സമയം വളരെ ശുഭകരമാണ്. നീല നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ ബാധിച്ചേക്കാം. അതിനാൽ മനസ്സിൻ്റെ ശാന്തിക്കായി അല്പം വിശ്രമിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്നത്തെ ദിവസം നല്ലതാണ്. ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നന്നായി ആലോചിക്കുക. വീട്ടമ്മമാർ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഇന്ന് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം ആർക്കെങ്കിലും സഹായം നൽകുകയോ പക്ഷികൾക്ക് വെള്ളം വെക്കുകയോ ചെയ്യുക എന്നതാണ്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചാനലിൻ്റെ വളർച്ചയ്ക്കായി നൽകിയിരിക്കുന്ന UPI QR കോഡിലൂടെ ചെറിയൊരു സഹായം നൽകുക.
അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും കമൻറ്റുകളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പ്രിയ മിഥുനം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26 ഓഗസ്റ്റ് 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ മകരരാശിയിൽ നിൽക്കുന്നതും ഗ്രഹങ്ങളുടെ സ്വാധീനവും കാരണം ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചില നിരാശകൾ നേരിടേണ്ടിവന്നേ. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ കർശനമായി ശാസിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് ഒഴിവാക്കുക. പകരം ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശിക്ഷയേക്കാൾ നല്ലത് സ്നേഹപൂർവ്വമുള്ള സംസാരമാണെന്ന് ഓർക്കുക. ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജോലി ചെയ്യുന്നവർ ഇന്ന് മേലുദ്യോഗസ്ഥരുമായി തർക്കിക്കുന്നത് ഒഴിവാക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ ഇന്ന് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക. ഇന്ന് ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. പ്രിയ കർക്കടക രാശിയിൽ ജനിച്ചവരെ, ഇന്ന് ഓഗസ്റ്റ് 26, 2026 ബുധനാഴ്ച. ചന്ദ്രൻ മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം നൽകും. ഇന്ന് നിങ്ങൾ മാനസികമായി വളരെ സംതൃപ്തരായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഓഫീസിൽ മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി നിലവിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. വീട്ടമ്മമാർ ഇന്ന് തങ്ങൾക്കായി അല്പം സമയം കണ്ടെത്തുകയും വിശ്രമിക്കുകയും ചെയ്യുക. പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം പിങ്ക് ആണ്. ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യുക. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുകയോ അല്ലെങ്കിൽ പഴയൊരു സുഹൃത്തിനെ വിളിക്കുകയോ ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വഴി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്നത്തെ ദിവസം മികച്ചതാണ്. ഞങ്ങളുടെ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റിൽ പറയൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മ ഏതാണ്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശി ജാതകരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 വർഷം നിങ്ങൾക്ക് സമ്മിശ്രമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വരാം. ഇത് ഏകാഗ്രത കുറയാൻ കാരണമായേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനം ചെറിയ തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കും. അതിനാൽ സ്വയം വിശ്വസിക്കുക. ആരും പൂർണ്ണരല്ല എന്ന് ഓർക്കുക. അതിനാൽ ചെറിയ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്ന് കരുതി മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദം അനുഭവപ്പെടാം. എന്നാൽ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി പഴയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലെ മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം പച്ചയാണ്. ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുന്നത് മാനസിക സമാധാനം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വഴി ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഈ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ സഹായിക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം.
ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നൽകിയ പുസ്തകം ഏതാണ്? കമന്റിൽ അറിയിക്കുക. കന്നി രാശി, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. മകരരാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യും. നിങ്ങളുടെ ആശയവിനിമയശേഷിയും കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവും ഇന്ന് മറ്റുള്ളവരെ ആകർഷിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത് നല്ല സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നല്ല ദിവസമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും മനസ്സ് ശാന്തമാക്കാൻ ധ്യാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം നീലയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒരു പുതിയ ഹോബി, ഉദാഹരണത്തിന് വായനയോ സംഗീതമോ തുടങ്ങുന്നത് നല്ലതാണ്. ഞങ്ങളുടെ ഈ ജ്യോതിഷ സേവനം തുടരാൻ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന UPI QR കോഡ് വഴി ഞങ്ങളെ സഹായിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞങ്ങൾക്ക് വലിയൊരു സമ്മാനമാണ്. പ്രിയ തുലാം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ പുരോഗതിയുടെയും യാത്രകളുടെയും ദിവസമാണ്. ഇന്ന് ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അത് നിങ്ങളെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രയാകാം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു വിനോദയാത്രയാകാം. ജോലിസ്ഥലത്ത് ഇന്ന് നിങ്ങളുടെ ബുദ്ധിശക്തിയും സംസാരത്തിലെ ചാതുര്യവും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. അതിനാൽ അവിടെ ലഭിക്കുന്ന സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ന് നിങ്ങൾക്ക് ഒരു മുതിർന്ന വ്യക്തിയുടെയോ അല്ലെങ്കിൽ അനുഭവസമ്പത്തുള്ള ഒരാളുടെയോ ഉപദേശം വളരെ വിലപ്പെട്ടതായി തോന്നും. നിങ്ങളുടെ തൊഴിൽപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഈ ഉപദേശം ഒരു വഴികാട്ടിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ദിവസമാണ്. അതേസമയം ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശം വളരെ പ്രധാനമായിരിക്കും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും അവരുടെ അനുഭവങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് നീലനിറം വളരെ ഭാഗ്യകരമാണ്. രാവിലെ 11:35 മുതൽ ഉച്ചയ്ക്ക് 1:15 വരെ ഏത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനായി നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് വസ്തു കൂടെ കരുതുകയോ ചെയ്യുക. ഇന്ന് കൃത്യമായി വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്തെന്നാൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഞങ്ങളുടെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഉപദേശം നൽകിയ ആ മുതിർന്ന വ്യക്തി ആരാണ്? അത് കമന്റിൽ ഞങ്ങളോട് പറയൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന UPI QR കോഡ് വഴി ചാനലിനെ സാമ്പത്തികമായി സഹായിക്കുക. അതുവഴി ഞങ്ങൾക്ക് ഇനിയും മികച്ച ജ്യോതിഷ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമസ്കാരം. വൃശ്ചിക രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26 ഓഗസ്റ്റ് 2026 ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ നൽകുന്നു. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് വിദേശത്തു നിന്നും അതിഥികൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ ഒരു ആഘോഷ അന്തരീക്ഷം സൃഷ്ടിക്കും.
ജോലിത്തിരക്കുകൾക്കിടയിലും ഈ നിമിഷങ്ങൾ ആസ്വദിക്കാൻ മറക്കരുത്, കാരണം പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇത്തരം അവസരങ്ങൾ അപൂർവമായി മാത്രമേ ലഭിക്കൂ. ഇന്ന് നിങ്ങൾക്ക് വെള്ളി നിറം വളരെ ഭാഗ്യകരമാണ്. വൈകുന്നേരം 5 മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സുകാർക്ക് വിദേശ ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാകും. വീട്ടമ്മമാർക്ക് ഇന്ന് വീടിൻ്റെ അലങ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിന് സന്തോഷം കണ്ടെത്താം. മുതിർന്നവർ ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് മാനസികാരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യുക, പക്ഷിമൃഗാദികൾക്ക് വെള്ളം നൽകുക. ഇത് നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹം നൽകും. ഞങ്ങളുടെ ഈ ജ്യോതിഷ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് വഴി ചാനലിനെ സഹായിക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ സ്നേഹവും ഷെയറും ഞങ്ങൾക്ക് വലിയൊരു സംഭാവനയാണ്. പ്രിയ ധനുരാശി, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം ചന്ദ്രൻ മകരരാശിയിലും ശ്രവണ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ശുഭകരവും പ്രതീക്ഷാനിർഭരവുമായ ഒരു ദിവസമാണ്. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടക രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ തൊഴിൽപരമായും കുടുംബപരമായും നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുക. യുവാക്കൾക്കും പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്കും ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. നിങ്ങളുടെ ഉത്സാഹം മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കും. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ഇത് വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അല്പനേരം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെയുള്ള സമയം ശുഭകരമാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുക അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റിൽ പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കുന്നത് എന്തിനോടാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് വഴി ചാനലിനെ സാമ്പത്തികമായി സഹായിക്കുക. അതുവഴി ഞങ്ങൾക്ക് കൂടുതൽ മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. പ്രിയ മകരം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 ചന്ദ്രൻ നിങ്ങളുടെ രാശിയായ മകരത്തിലും ശ്രവണ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒന്നായിരിക്കും. ചന്ദ്രൻ്റെ സാന്നിധ്യം നിങ്ങളെ വൈകാരികമായി അല്പം സെൻസിറ്റീവ് ആക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റു ഉള്ളവർക്ക് ചിന്തിക്കാൻ അല്പം സമയം നൽകുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ ദിവസം നല്ലതാണ്. മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് അകറ്റി നിർത്തുക. ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. പ്രണയബന്ധങ്ങളിൽ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക, കാരണം രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ ചിന്തകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാം. ഇന്ന് മഞ്ഞ നിറം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. വൈകുന്നേരം 7 മുതൽ 9 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇന്ന് സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി. അവസാനം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതിൻ്റെ ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ക്ഷമയോടെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ ചെറിയ സഹായം ഈ ചാനലിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നന്ദി. പ്രിയ കുംഭം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 ബുധനാഴ്ചയാണ്. ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എത്ര കഠിനാധ്വാനം ചെയ്തുവെന്നും ജീവിതത്തിൽ എവിടെ എത്തിനിൽക്കുന്നുവെന്നും ചിന്തിക്കാൻ
ഇന്ന് സമയം കണ്ടെത്തുക. ഈ ആത്മപരിശോധന നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല ദിവസമാണ്. പഴയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക. ജോലി ചെയ്യുന്നവർ ഇന്ന് ഓഫീസിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തമായി ജോലി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വീട്ടമ്മമാർ ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് വീട്ടിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. പ്രായമായവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ഇന്ന് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം വൈകുന്നേരം കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും സാധ്യമെങ്കിൽ അർഹരായവർക്ക് സഹായം നൽകുകയും ചെയ്യുക എന്നതാണ്. ഇന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന കാര്യമെന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഞങ്ങളെ ദിവസവും കൃത്യമായ വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയ മീനം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 26-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 ബുധനാഴ്ച. ഇന്ന് ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരവും സമാധാനപരവുമായ ഒരു ദിവസമായിരിക്കും ഇത്. ദീർഘകാലത്തിന് ശേഷം മനസ്സിന് നല്ലൊരു ഉന്മേഷം അനുഭവപ്പെടും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവയെ ഉൾക്കൊള്ളാനും ഇത് നല്ലൊരു സമയമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ മനസ്സിനെ ശാന്തമാക്കാനും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ സമയം വളരെ മികച്ചതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ താൽപ്പര്യം ഇന്ന് പ്രാവർത്തികമാക്കുക. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ രാശിയിൽ ഉള്ളതിനാൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇന്ന് വീട്ടിൽ പാകം ചെയ്ത ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ഇന്ന് ഒരു ചെറിയ ഉപായം ചെയ്യുക. പക്ഷികൾക്ക് വെള്ളവും ധാന്യവും നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റാൻ സഹായിക്കും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.